ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫൈസൽ കാക്കാന്റെ പെങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. 2 ദിവസം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവര് അങ്ങനെയൊന്നും വരലില്ല, എപ്പോഴെങ്കിലുമൊക്കെ വരലുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം തന്നെ എങ്ങനെ ദിവസം പോയതേ അറിഞ്ഞില്ല. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ദിവസത്തെ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തലേ ദിവസം തന്നെ അരി വെള്ളത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കറിക്കും വേണ്ടി ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഗ്രീൻ പീസിന്റെ കറിയും ഓട്ടാടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കരണ്ടെങ്ങാനും പോവുകയാണെന്നുണ്ടെങ്കിൽ പൂരിയോ പത്തിരിയോ എന്തെങ്കിലും ചുടാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവർ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവർ എണീക്കുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ടൈം പിടിക്കും. നിങ്ങളുടെ നല്ലത് പെട്ടെന്ന് പണിയെടുച്ചാൽ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവരൊക്കെ എണീക്കുന്നതിന് മുൻപ് തന്നെ ചായയും കടിയും അതുപോലെ തന്നെ ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനുള്ള മാവടിക്കലും അതുപോലെ തന്നെ ഗ്രീൻ പീസ് വേവിക്കലും അങ്ങനത്തെ ഓരോ തിരക്കിലാണ് ഞാൻ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മാവൊക്കെ അടിച്ച് വെച്ചതിന് ശേഷം ഞാൻ മാവ് ഒട്ടടക്കെന്ന് പറയുന്നത് ചോറൊന്നും കൂട്ടാതെ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ മാവടിക്കാറുള്ളത്. അപ്പോൾ മാവ് അടിച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചുടാറുള്ളത്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ഒരു കഴിക്കുമ്പോൾ തന്നെ എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടടക്കും അതുപോലെ തന്നെ ഉച്ചക്കൊക്കെയുള്ള കറിക്കൊക്കെ ഞാൻ തേങ്ങ പൊളിക്കുകയാണ്. അപ്പോൾ ഓട്ടടക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചു. ഇനി നമുക്കൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ചുട്ടെടുക്കാം കേട്ടോ. എന്നാൽ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും. പിന്നെ രാവിലേക്കുള്ള ഗ്രീൻ പീസിൻ്റെ കറി ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി കുട്ടികൾ ആരെങ്കിലും എണീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കല്ലോ എന്നൊക്കെ വിചാരിച്ച് കറി തന്നെ പെട്ടെന്നാക്കി. അപ്പോൾ ഇന്ന് ഉച്ചക്കൊക്കെ പച്ചക്കറി, മീൻ പൊരിച്ചതും വെണ്ടക്ക മുളകിട്ടതും അതുപോലെ തന്നെ ചേന കറി അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികൾ ആരും ഇല്ല കേട്ടോ. അവരൊക്കെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കക്കയം ഡാമുക്ക് ജീനും സുനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവർ കൊണ്ടുപോയത്. പിന്നെ രാത്രി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ കുട്ടികളെല്ലാവരും പോയതുകൊണ്ട് ഉച്ചക്ക് സ്പെഷ്യൽ ഉണ്ടാക്കേണ്ട, രാത്രിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ തലേ ദിവസം അവൾക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ വരല്. അപ്പോൾ നമുക്കായാലും എന്തോ ഒരു താല്പര്യമാണ് കേട്ടോ അവളോട്. കുട്ടികളൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ ആരുമില്ല, അവരൊക്കെ പോയിട്ടുണ്ട്. ചെറിയ മക്കളില്ലാത്തവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഉച്ചക്ക് ഞങ്ങളിങ്ങനെ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് മുരിങ്ങയില ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ അവൾ പറഞ്ഞു കേട്ടോ മുരിങ്ങയില ഉപ്പേരി ഉണ്ടാക്കാം. മുരിങ്ങ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു അവൾക്ക്. അപ്പോൾ പിന്നെ ചില വീട്ടിൽ അങ്ങനെയാണല്ലോ, മുരിങ്ങയില അതുപോലെ തന്നെ കർമൂസ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ വീട്ടിൽ അങ്ങനത്തെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും. നമുക്ക് ഉണ്ടാകുമ്പോൾ വലിയൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തെ വലിയൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തായിട്ട്. അതിൻ്റെ അടി ഭാഗമൊക്കെ നല്ല ചീഞ്ഞൊക്കെ ചെയ്തപ്പോൾ അത് ഒഴിവാക്കിയതിന് ശേഷമാണ് പിന്നെ ഈ ചെറിയ കമ്പുമ്മൽ ഉണ്ടാവുന്നത്. അപ്പോൾ മുരിങ്ങയിൻ്റെ ഉപ്പേരിയും അതുപോലെ തന്നെ പച്ചക്കറി കറിയും മീൻ പൊരിച്ച് വെണ്ടക്ക മുളകിട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഉച്ചക്ക് രാത്രിയായിട്ട് അവൾക്കായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ രാവിലെ തന്നെ ദിതു ചായയൊക്കെ കുടിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ സുനൂര് തലേ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു കക്കയം ഡാമിലേക്ക് കുട്ടികളൊക്കെ കൊണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ രാവിലെ തന്നെ ദിതു ചായയൊക്കെ കുടിച്ച് പോവുകയാണ്. അപ്പോൾ രാവിലെ എല്ലാവരും ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഉച്ചക്കൊക്കെയുള്ള കറിക്കായിട്ടുള്ള തേങ്ങ ചിരണ്ടയാണ് കേട്ടോ ഞാൻ. അപ്പോൾ കരണ്ടെങ്ങാനും പോയാലോ എന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് തേങ്ങ ചിരണ്ടി അരക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കറി ചേനക്കറിയാണ്. പിന്നെ വെണ്ടക്ക മുളകിട്ടതും മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ലാസ്റ്റായിട്ട് ഉണ്ടാക്കിയത് മുരിങ്ങയില ഉപ്പേരിയാണ്. വറ്റൽമുളകിലും മുരിങ്ങയില ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫൈസൽക്കാക്ക പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് പപ്പടമൊക്കെ പൊരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ലഞ്ചിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ പാത്രങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അടിച്ചു വാരാനും അലക്കാനും തുടയ്ക്കാനും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ തന്നെ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ പണി തീർക്കുമ്പോൾ നമ്മൾ ആറി തണിക്കുന്നതിനെക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ വേഗം പണി തീർക്കില്ല നല്ലത്. എല്ലാവരും ചോദിക്കും ഫൈസൽക്കാക്കാൻ്റെ പെങ്ങളെ എവിടെയെന്ന്. ഇതാണ് കേട്ടോ പെങ്ങൾ. ഒരു പെങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ദില്ലുണ്ട്, കുട്ടിയുണ്ട്. പിന്നെ ചെറിയ മക്കളൊന്നും ജിനുവിൻ്റെയും സുനുവിൻ്റെ കൂടെ ഒന്നും പോയിട്ടില്ല കേട്ടോ. അവരൊക്കെ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡിനായിട്ട് ഫൈസൽക്കാക്കാനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫൈസൽക്കാക്ക വന്നത് കേട്ടോ. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ള പപ്പടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ചോറൊക്കെ തിന്നാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർന്നുകൊണ്ട് ഞങ്ങൾ സിറ്റൗട്ടിൽ രസമായിട്ട് കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചോറൊക്കെ കൊടുത്തുട്ടോ. കാരണം അവർക്ക് പെട്ടെന്ന് കൊടുത്താൽ പിന്നെ ഇസമോളം നോക്കാൻ ആരെങ്കിലും ഉണ്ടാവുക വിചാരിച്ചു. അപ്പോൾ അവർക്ക് വേഗം ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഇന്ന് ചോറൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോറ് കഴിക്കുകയാണ്. അവിടെ ഫിസിമോനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. കാരണം അവർ ഒറ്റക്കൊന്നും കഴിക്കൂലല്ലോ. നമ്മൾ എടുത്ത് കൊടുത്താലല്ലേ അവരൊക്കെ കഴിക്കുക. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് നാട്ടിൻ്റെ ചെറിയ മോളാണ് കേട്ടോ. അപ്പോൾ ഇവർ കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ സ്കൂളിലെ ഹോംവർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ മദ്രസയിലെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അവർ ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരത്തിനുള്ള ചായൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോ എന്താ അറിയില്ല എടുക്കാൻ മിസ്സായിപ്പോയി. അപ്പോൾ ഇത് രാത്രിക്കൊക്കെ ഉള്ള പൊറാട്ടക്കുള്ള മാവ് ഫൈസൽക്കാക്ക ഇവിടെ കുഴക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ കുഴച്ച് വെക്കുമ്പോൾ നല്ല സോഫ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഫൈസൽക്കാക്ക് മുമ്പേ പൊറോട്ടപ്പണിയൊക്കെ അറിയുന്നതുകൊണ്ട് നല്ലോണം പൊറോട്ടയൊക്കെ ചുടാൻ അറിയിട്ടു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, കടയിലും കൂടി അങ്ങനെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അത്രക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ പൊറോട്ടയ്ക്കുള്ള മാവൊക്കെ കുഴച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ, 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതുപോലത്തെ ബോൾസ് പിടിക്കുന്നത്. അപ്പോൾ ഫൈസൽക്കാക്കാൻ്റെ പൊറോട്ട എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. 3-4 കഴിക്കും. ഇതിന് വേണ്ടിയാണ് കേട്ടോ ഇത്രയും ബോൾസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് മീൻകറിയും പൊറാട്ടയും കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം തലേ ദിവസവും ഒക്കെ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയോണ്ട് ഇന്ന് ചിക്കൻ വേണ്ടാന്ന് തന്നെ അവൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു മീൻ മുളകിട്ടതും അതുപോലെ തന്നെ പൊറാട്ടയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മീൻകറി ഞാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൊറാട്ട പിന്നെ ഫൈസൽക്കാക്ക ആ പണി ഫൈസൽക്കാക്ക തന്നെ ഏറ്റെടുത്തു.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈസൽ കാക്കക്ക് ഇതിൽ നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വീശിയെടുക്കാനും അതുപോലെ തന്നെ റോള് പിടിക്കാനും അങ്ങനത്തെ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ആര് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈസൽ കാക്കാനോട് പറയൽ പൊറാട്ട ഉണ്ടാക്കിയൂടെ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഫൈസൽ കാക്കാൻ്റെ അനിയൻ്റെ വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫൈസൽ കാക്കാൻ്റെ പൊറാട്ട എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയും. എനിക്കും അതുപോലെ തന്നെ കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫൈസൽ കാക്ക ഉണ്ടാക്കുന്ന പൊറാട്ടയാണ്. അതുപോലെ തന്നെ കേട്ടോ ദില്ലു നല്ല പൊറാട്ട നല്ല വീശി അതുപോലെ തന്നെ റോള് പിടിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഇങ്ങനെ ഫൈസൽ കാക്ക വീശുന്നതും റോള് പിടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാനും ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവൾ ചെയ്യാണ്. നല്ല പെർഫെക്റ്റോട് കൂടി തന്നെ നല്ലോണം വീശിയെടുത്തിട്ടോ അവള്. എനിക്ക് ഈ പൊറോട്ട പണിയൊന്നും അറിയില്ല. മോളും ഫൈസൽ കാക്കയൊക്കെയാണ് ഉണ്ടാക്കല്. അതുപോലെ തന്നെ ഫൈസൽ കാക്കാൻ്റെ പെങ്ങളും നല്ലോണം പൊറോട്ടയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഫൈസൽ കാക്കാൻ്റെ അത്ര പെർഫെക്റ്റ് ആയി കിട്ടൂല എന്നുള്ളൂ. പൊറോട്ട വേണോ? എത്ര പൊറാട്ട ഫിസിമോന് ഇഷ്ടമായിട്ടാണ് കേട്ടോ പപ്പ ഉണ്ടാക്കിയത്. അങ്ങനെ പൊറാട്ടക്കുള്ള റോളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഇസമോള് ഭയങ്കര കളിയാണ് കേട്ടോ. അവൾക്ക് ഫൈസൽ കാക്കാനായാലും ദിദുവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടാറ്റ പറയും. ഫൈസൽ കാക്ക പറഞ്ഞു കേട്ടോ, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇനി പരത്തി ചുട്ടെടുക്കല് നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവരെയാണ് ഏറ്റെടുത്തത്. ഫൈസൽ കാക്കാൻ്റെ പെങ്ങളാണ് പരത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ദില്ലും റഹിയാണ്. റഹിയ എന്നാൽ ഫൈസൽ കാക്കാൻ്റെ അനിയൻ്റെ വൈഫും അവളും ഇത് ചുട്ടെടുക്കുന്നത്. ചുട്ടെടുത്താൽ മാത്രം പോരട്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം. എന്നാൽ ആ പൊറാട്ടക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ മീൻകറി ആയി, അത് ചെറിയ ഉള്ളിലൊന്ന് വറവിട്ടെടുത്തു. കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഫസ്റ്റ്. കാരണം അവർ കഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാമെന്ന്. കാരണം ചൂടോടുക്ക തന്നെ പൊറോട്ട അടിച്ചെടുക്കുമ്പോൾ തന്നെ ചൂടോടുക്ക കഴിക്കണം കേട്ടോ. പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ കടയിലൊക്കെ കിട്ടുമ്പോൾ കണ്ടില്ല നിങ്ങൾ ചൂടോടുക്ക കഴിക്കുന്നത്, അതുപോലെ അവർക്ക് ഫസ്റ്റായിട്ട് തന്നെ കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ ജയിക്കുവോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ കക്കയം ഡാമിലേക്കൊക്കെ പോയി രാത്രിയാണ് കേട്ടോ വന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അവർക്കുള്ള ഫുഡ് കൊടുത്തു. പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചു. അവർക്ക് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളൊക്കെ കഴിച്ചത്. അപ്പോൾ അവർ കക്കയം ഡാമിലേക്ക് പോയ കഥകളും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയായിരുന്നു. അപ്പോൾ ഇവർ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചത്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ സിറ്റൗട്ടിൽ നിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് പിന്നെ ഇവർ കള്ളനും പോലീസൊക്കെ കളിക്കല്ലോ. മുമ്പ് അങ്ങനെയൊക്കെ ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ അവരൊക്കെ കളിച്ചു. പിന്നെ കുറേ ടൈമൊക്കെ കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫൈസൽ കാക്കാണ് എൻ്റെ വൈഫും കുട്ടികളൊക്കെ പോയത്. അപ്പം ഞങ്ങൾ വീടിൻ്റെ മേലെ ഭാഗത്തായിട്ടാണ് കേട്ടോ ഫൈസൽ കാക്കാൻ്റെ അനിയനും വൈഫും കുട്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ അവർ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അവർ പോയി. പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഫൈസൽ കാക്കാൻ്റെ പെങ്ങളും കുട്ടികളും ഞങ്ങളെ കൂടെ 2 ദിവസം പോലും ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർ പോയിട്ടുള്ളത്. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന പോലെ തന്നെ അനിയൻ്റെ വീട്ടിലും അതുപോലെ തന്നെ കാക്കാൻ്റെ വീട്ടിലും എല്ലായിടത്തും നിന്ന് ആണ് പോയത്. കാരണം എല്ലാവർക്കും പരാതിയാണ് അവരെ വീട്ടിൽ വന്ന് നമ്മളെ വീട്ടിൽ. കാരണം ഒരു പെങ്ങളേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കായാലും അവൾക്കായാലും ഒക്കെ. ഞങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ കൂടെ 2 ദിവസമൊക്കെ നിന്നാണ് പിന്നെ കാക്കാൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വ്ളോഗും റെസിപ്പീസും വ്ളോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.